കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രോലൈഫ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പേരിലുള്ള പ്രോലൈഫ് മാധ്യമ പുരസ്കാരം ദീപിക കോട്ടയം ന്യൂസ് എഡിറ്റർ ജോൺസൺ വേങ്ങത്തടത്തിനും സിസ്റ്റർ ഡോക്ടർ മേരി മാർസലസിന്റെ പേരിലുള്ള ആതുര സേവന അവാർഡ് FCC സന്യാസിനി സഭാംഗം സിസ്റ്റർ മേരി ജോർജിനും ജേക്കബ് മാത്യു പള്ളിവാതുക്കലിന്റെ പേരിലുള്ള ആതുര ശുശ്രൂഷ അവാർഡ് ബ്രദർ ടോമി ദിവ്യരക്ഷാലയത്തിനും ലഭിച്ചു. ഇന്ന് തൊടുപുഴ മൈലക്കൊമ്പ് ദിവ്യരക്ഷാലയത്തിൽ KCBC പ്രോലൈഫ് സംസ്ഥാന സമിതി ദിനാഘോഷത്തിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിശുദ്ധ വാരത്തിന്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കാനും അനുഭവിക്കുവാനുമായി റോമിലേക്ക് തീർത്ഥാടനം നടത്തി ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ. പ്രാർത്ഥനയുടെ ജീവിതവുമായി വിശുദ്ധ വാരത്തിലൂടെ കടന്നുപോകുവാനും റോം നഗരത്തെ അറിയുവാനും മ്യൂസിയങ്ങൾ, ആർട്ട് എക്സിബിഷനുകൾ എന്നിവയിൽ പങ്കെടുക്കാനും ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രത്തിന്റെ അടയാളങ്ങൾ പേറുന്ന സ്ഥലങ്ങളിലേക്ക് സന്ദർശനങ്ങൾ നടത്താനുമുള്ള ഒരവസരമായാണ് വിദ്യാർത്ഥികൾ ഇതിനെ നോക്കിക്കാണുന്നത്. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ദൈവമാതാവിന്റെ മാധ്യസ്ഥം തേടി 9 മാസത്തെ നൊവേന പ്രാർത്ഥനയിൽ പങ്കുചേരണമെന്നുള്ള അമേരിക്കൻ കർദിനാൾ റെയ്മണ്ട് ബുർക്കെയുടെ ആഹ്വാനത്തിന് സമ്മതം അറിയിച്ച് പതിനായിരങ്ങൾ. കത്തോലിക്ക സഭയുടെ ഉന്നത നീതിപീഠമായ അപ്പസ്തോലിക സിഗ്നത്തൂരയിലെ സുപ്രീം ട്രൈബ്യൂണലിന്റെ മുൻ തലവനായ കർദിനാൾ ബുർക്കെയുടെ ആഹ്വാനത്തിന് 1.5 ലക്ഷം വിശ്വാസികളാണ് സമ്മതം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. റോമിലെ പ്രധാന 4 ബസിലിക്കകളിൽ ഒന്നായ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള സെയിന്റ് മേരി മേജർ ബസിലിക്കയുടെ അജപാലന ഭരണകാര്യങ്ങളിൽ പുനഃക്രമീകരണങ്ങൾ നടത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒപ്പുവെച്ച രേഖയിലാണ് ഈ പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടത്. ഒപ്പം ഭരണകാര്യങ്ങളുടെ ചുമതല ലിത്വേനിയൻ മെത്രാനായ മോൺസെഞ്ഞോർ റൊലാൻഡോസ് മാക്രിക്കസിനെ പാപ്പ ഭരമേൽപ്പിച്ചു. ക്രൈസ്തവർ അനിയന്ത്രിതമായ രീതിയിൽ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നതിൽ ആശങ്ക പങ്കുവച്ച് സിറിയയിലെ ക്രൈസ്തവ നേതൃത്വം. വിഷയത്തിൽ സഭ ഇതിനോടകം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. സിറിയയിൽ ആകെ 1,75,000 ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കരുതപ്പെടുന്നത്. 90% സിറിയൻ പൗരന്മാരും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നതിനെ പറ്റിയാണ് ആലോചിക്കുന്നതെന്ന് ദമാസ്കസിൽ സേവനം ചെയ്യുന്ന വൈദികനായ ഫാദർ ബെസേലിയോസ് ജോർജിയോസ് വെളിപ്പെടുത്തി.